ഹലോ ഗൈസ്, കൈവിട്ടു പോകുന്ന നിമിഷത്തിൽ ചന്ദ്രമതി ആ സത്യങ്ങൾ തുറന്നടിക്കുന്ന നിമിഷങ്ങളാണ് കൂട്ടുകാരെ നമ്മുടെ സുഗമോദേവിയിൽ ഇനി വരാൻ പോകുന്നത്. അതെ പ്രേക്ഷകരെ, ഇതുവരെയും നമ്മുടെ മേരി തോമസിനെയും പറ്റിയോ തനുജയെ പറ്റിയോ നമ്മുടെ ചന്ദ്രമതി ഒന്നും ആ ഒരു പബ്ലിക്കായിട്ട്, അതായത് കോടതിയിലൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇനി തങ്ങൾ തോറ്റുപോകും, അല്ലെങ്കിൽ തങ്ങൾക്ക് ഇനി ഒരു രീതിയിലും ജയിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ തമ്പി വക്കീൽ പൂട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ചന്ദ്രമതി ആ ഒരു ആയുധം എടുത്തിടും. എന്തായാലും ഉറപ്പായിട്ടും മേരി തോമസ് തന്റെ ഭർത്താവിന്റെ മുൻ കാമുകിയായിരുന്നു എന്നും അവരിലുണ്ടായ മകളാണ് തനുജ എന്നുള്ള സത്യങ്ങളൊക്കെ ഈ സിദ്ധാർത്ഥന്റെ മകളെന്നും പറഞ്ഞ് കൊണ്ടു നടന്നത് ശരിക്കും പറഞ്ഞാൽ ബലരാമന്റെ മകളായിരുന്നു എന്നുള്ള സത്യം നമ്മുടെ ചന്ദ്രമതി കോടതിക്ക് മുമ്പാകെ ബോധിപ്പിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ അല്ലെ? പാവം നമ്മുടെ ചന്ദ്രമതി അതുപോലും തന്റെ ഭർത്താവിന്റെ ആ ഒരു ഇതുപോലും തുറന്നു പറയേണ്ട ഒരു ഗതികേട് എന്തായിരിക്കും അല്ലെ? അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥനും പ്രഭാവതിയും ഇതൊക്കെ കേട്ടിങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കണ്ണു നിറഞ്ഞൊക്കെ നിൽക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെ ആയിരിക്കട്ടെ. അപ്പൊ നമ്മുടെ മന്ത്രി, നമ്മുടെ മേരി തോമസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു വലിയ പൊസിഷനിൽ നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ മേരി തോമസിന് നേരെ എന്തായാലും ചോദ്യങ്ങൾ വരും. അപ്പൊ നമ്മുടെ മേരി തോമസും അതെ അതാണ് ശരി എന്നും പറഞ്ഞ് തനുജയ തന്റെ മകളാണെന്നും പറഞ്ഞ് ചേർത്ത് നിർത്തുന്ന ഒരു നിമിഷങ്ങൾ തന്നെ ആയിരിക്കട്ടെ നമ്മുടെ സുഗമോദേവിൽ ഇനി വരാൻ പോകുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം അല്ലെ? അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.